രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കാൻ മുസ്ലിം ലീഗിന്റെ സൈബർ വിഭാഗം ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുകയാണ്. രാഹുലിന് അനുകൂലമായി ക്യാപ്സ്യൂളുകളായും പൊളിറ്റിക്കൽ നറേറ്റീവുകളായും സൈബർ ഇടങ്ങളിൽ വന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ ലീഗിന്റെ സൈബർ പടയാണെന്നാണ് വിമർശനം. അതേസമയം സകല വിഷയങ്ങളിലും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പ്രതികരണം നൽകുന്ന യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിന്റെ മൗനവും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രതിരോധം തീർക്കുകയാണ് ലീഗിന്റെ സൈബർ ഇടങ്ങളെന്നാണ് ഉയരുന്ന ആരോപണം. 6000-ലധികം ലീഗ് പ്രൊഫൈലുകളിലും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ രാഹുലിനെ അനുകൂലിക്കാൻ മടിക്കുമ്പോഴാണ് ലീഗിന്റെ സൈബർ ഇടങ്ങൾ രാഹുലിനെ പിന്തുണയുമായി എത്തുന്നത്. മുകേഷിനെയും സരിതയെയും ഉയർത്തിക്കാട്ടിയാണ് വിവിധ ക്യാപ്സ്യൂളുകളും പൊളിറ്റിക്കൽ നരേറ്റീവുകളും ഉയരുന്നത്. യൂത്ത് ലീഗിന്റെ പാർട്ടി പരിപാടികൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രൊഫൈലുകളിലും ഗ്രൂപ്പുകളിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശാൻ ഉപയോഗിച്ചത്. വിഷയം ലീഗിനകത്ത് ചർച്ചയായതോടെ പല പ്രൊഫൈലുകളിൽ നിന്നും രാഹുലിന് അനുകൂലമായ പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെട്ടു. അതേസമയം സകല വിഷയങ്ങളിലും പ്രതികരണമുന്നയിക്കുന്ന യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിന്റെ വിഷയത്തിലെ മൗനവും ചർച്ചയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പോലും PK ഫിറോസിന്റെ ഫേസ്ബുക്കിൽ ഇല്ലെന്നതും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പോലും രാഹുലിനെ കുറിച്ചുള്ള ചോദ്യം ഭയന്ന് മാധ്യമങ്ങളോട് ഒരു അകലം പാലിക്കുകയാണ് PK ഫിറോസ് എന്നാണ് ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, PK ഫിറോസ് കൂട്ടുകെട്ട് സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. രാഹുലിനെ സൈബർ ഇടങ്ങളിൽ പിന്തുണയ്ക്കുന്നതിനെതിരെ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നെങ്കിലും ഇപ്പോഴും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ സൈബർ ഇടം സജീവമാണ്. ജനം, കോഴിക്കോട്.